MBA ഫൈനാൻസ് എന്ന കോഴ്സ് ഇന്ത്യയിലും അബ്രോഡിലും വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ ഡിഗ്രിയിലൊന്നാണ്. എന്നാൽ ജോബ് മാർക്കറ്റിലെ വലിയ മാറ്റങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഓട്ടോമേഷൻസ് കാരണം 2025 ഈ ഒരു കോഴ്സ് സ്റ്റിൽ വർത്താണോ? ആൻഡ് ടുഡേ ഇൻ ദിസ് വീഡിയോ വി വിൽ ഡിസ്കസ് അബൌട്ട് വൈ MBA ഫൈനാൻസ് ഈസ് സ്റ്റിൽ ഇൻ ഡിമാൻഡ്. പിന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാലുള്ള ജോബ് റോൾസ്, സാലറി ഒക്കെ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഏതൊരു ബിസിനസ്സിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഫൈനാൻസ് ആണ്. വെദർ ഇറ്റ്സ് എ സ്റ്റാർട്ടപ്പ്, മൾട്ടിനാഷണൽ കമ്പനീസ് ഓർ ഗവൺമെൻറ് ഓർഗനൈസേഷൻ. ഓട്ടോമേഷൻസ് വന്നെങ്കിലും സ്ട്രാറ്റജിക്കൽ ഡിസിഷൻ എടുക്കാനും ഇൻവെസ്റ്റ്മെൻറ്റ്സ് മാനേജ് ചെയ്യാനും ഫൈനാൻഷ്യൽ റിസ്ക് ഹാൻഡിൽ ചെയ്യാനും സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷൻസിന് ആവശ്യമാണ്. കൂടാതെ ഇൻഡസ്ട്രീസ് ലൈക്ക് ഫിൻടെക്, ബാങ്കിങ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് കോർപ്പറേറ്റ് ഫൈനാൻസസ് ആർ ഗ്രോയിങ് ഇൻ India and globally. This means MBA finance still has higher demand in both public and private sectors, especially if you combine financial skills with data-driven decision making. മിക്ക MBA ഫൈനാൻസ് സ്റ്റുഡൻസ് സ്ട്രഗിൾ ചെയ്യുന്നത് ഏതൊക്കെ മേഖലയിൽ അവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ MBA ഫൈനാൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു കൻ വർക്ക് ആസ് എ ഫിനാൻഷ്യൽ അനാലിസ്റ്റ് ഓർ ഫിനാൻഷ്യൽ മാനേജർ, കോർപ്പറേറ്റ് ഫൈനാൻസ് മാനേജർ, വെൽത്ത് മാനേജർ ഓർ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ്, ട്രഷറി മാനേജർ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജർ. ഈ റോളുകൾ ബാങ്കിലും ഫിൻടെക് സ്റ്റാർട്ടപ്സിലും കൺസൾട്ടിംഗ് ഫേംസിലും മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിലും ഓർ ഈവൻ ഗവൺമെൻറ് ബോഡീസിലും എക്സിസ്റ്റിംഗ് ആണ്. നിങ്ങളുടെ വിലപ്പെട്ട 2 വർഷവും വലിയൊരു എമൗണ്ടാണ് MBAയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഏൺ ചെയ്യാൻ സാധിക്കും നമുക്കിപ്പോൾ നോക്കാം. ഇന്ത്യയിലെ ഫ്രഷ് ഗ്രാജുവേറ്റ്സിന് ഒരു വർഷം 5 മുതൽ 10 ലക്ഷം രൂപ വരെ ഏൺ ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയവരോ അല്ലെങ്കിൽ നിങ്ങൾ സ്പെഷ്യലൈസ്ഡ് റോളുകൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ യു ക്യാൻ ഏൺ 20 to 30 lakhs per year. ഇനി അബ്രോഡിൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ കോർപ്പറേറ്റ് ഫൈനാൻസിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഏൺ 55 to 80 lakhs per year. ഇനി USA മിഡ് ലെവൽ റോൾസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം 60 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ഏൺ ചെയ്യാൻ സാധിക്കും. പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇത്രയും സാലറി ഏൺ ചെയ്യാൻ സാധിക്കുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യരുത്. ഈ ഒരു ഹൈ സാലറിക്ക് എത്താമെന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതിനായി നിങ്ങൾ MBA പഠിക്കുമ്പോൾ ടോപ്പ് കോളേജ് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ആൻഡ് യുവർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. അത് പിക്കപ്പ് ആവാൻ ഈസി ട്രിക്ക് എന്ന് പറയുന്നത് MBA പഠിക്കുന്നത് ബാംഗ്ലൂർ അല്ലെങ്കിൽ അഹമ്മദാബാദ് ആക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷ് പിക്കപ്പ് ആവും. പിന്നെ MBA ഫൈനാൻസ് പഠിച്ചതിന് ശേഷം CFA, FRM, ഫിൻടെക് കോഴ്സുകൾ ഒരു അഡീഷണൽ സർട്ടിഫിക്കേഷൻസ് പെർസ് ചെയ്യുക. പിന്നെ അഗ്രസീവ്ലി ഒരു ഹ്യൂജ് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ലാസ്റ്റ്ലി ഇഫ് യു ഹാവ് മോർ എക്സ്പീരിയൻസ് യു വിൽ ഡെഫിനറ്റ്ലി ഏൺ മോർ. എല്ലാ MBA കോളേജസും സെയിം റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ല ഓഫർ ചെയ്യുന്നത്. സം കോളേജസ് ഹാവ് ഫൈനാൻസ് ഇൻറ്റേൺഷിപ്പ് ആൻഡ് അതേഴ്സ് ഡോണ്ട്. അപ്പോൾ നിങ്ങൾ MBA ഫൈനാൻസിന് പറ്റിയ കോളേജസ് നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് അതിന് മുമ്പ് നിങ്ങൾക്ക് ഇതല്ലാത്ത വേറെ ഏതെങ്കിലും MBA സ്പെഷ്യലൈസേഷൻസിനെ കുറിച്ചിട്ടൊരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദി കമൻറ്റ്സ്. സോ കോളേജ് ഷുഡ് ഹാവ് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഫാക്കൽറ്റി. ബാങ്ക്സിലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേംസിലോ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസുമായിട്ടൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരിക്കണം. പിന്നെ ഫൈനാൻസിൽ ഇന്റേൺഷിപ്സ് ആൻഡ് ലൈവ് പ്രൊജക്ട്സ് ഉണ്ടായിരിക്കണം. സ്ട്രോങ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് റെക്കോർഡ്സും ഉണ്ടായിരിക്കും. എനിക്കറിയാം നിങ്ങൾ വലിയൊരു എമൗണ്ടാണ് MBAയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള ഒരു സ്പെഷ്യലൈസേഷൻ എടുക്കാമെന്ന് പറഞ്ഞാൽ ഇത്തിരി സ്ട്രെസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും MBA ഫൈനാൻസ് സ്യൂട്ട് ആകുമെന്ന് ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് കൂടുതൽ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ അറ്റ് ദിസ് നമ്പർ. പിന്നെ നിങ്ങൾക്കൊരു സംശയമുണ്ടോ MBA കേരളത്തിൽ പഠിക്കണോ ബാംഗ്ലൂർ പഠിക്കണോ? അങ്ങനെ സംശയമുള്ളവർക്ക് ഞാൻ ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. താങ്ക് യു.